ചെന്നൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ നമ്മുടെ പ്രതിനിധി മനീഷ് മൂർത്തിയുണ്ട്. ട്രെയിൻ ഗതാഗതം സ്തംഭിച്ചിട്ടുണ്ടോ? എന്തൊക്കെയാണ് ചെന്നൈയിൽ നിന്നുള്ള വിവരങ്ങൾ? മനീഷ് മൂർത്തി, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. തമിഴ്നാടിനെ ഒരു തരത്തിലും പണിമുടക്ക് ബാധിച്ചിട്ടില്ല, ദേശീയ പണിമുടക്ക് ബാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഈ തുടക്കത്തിലുള്ള അല്ലെങ്കിൽ ഈ രാവിലെയുള്ള ദൃശ്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ഒരു സർവീസുകളോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒന്നിനെയും ബാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ബസ്സുകൾ കൃത്യമായി തന്നെ സർവീസ് ഉണ്ട്, ഓട്ടോറിക്ഷകളാണെങ്കിലും ടാക്സി കാറുകളാണെങ്കിലും എല്ലാം തന്നെ കൃത്യമായി സർവീസ് നടത്തുന്നു. നമുക്ക് കാണാം അത്ര അധികം തിരക്ക് ഇപ്പോൾ രാവിലെ തന്നെ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലുണ്ട്. ജോലിക്കായി പോകുന്ന ആളുകളുണ്ട്. അതുപോലെ പറഞ്ഞ തൊട്ടിപ്പുറത്ത് തന്നെയാണ് സബർബനും അതുപോലെ തന്നെ മെട്രോ സ്റ്റേഷനും ഒക്കെ അടുത്ത് തന്നെയാണ്. അത്ര ആ രീതിയിൽ തന്നെ രാവിലെ മുതൽ തന്നെ ആളുകൾ അവരുടെ ജോലിക്കായി ഇറങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. പലർക്കും പണിമുടക്കാട് എന്ന് പോലും അറിയാത്ത ഒരു നിലയുണ്ട്. ഭൂരിഭാഗം ഈ പറഞ്ഞ രീതിയിലുള്ള ദേശീയ പണിമുടക്ക് വരുമ്പോഴൊക്കെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ബന്ദ് പ്രഖ്യാപിക്കുമ്പോഴൊക്കെ ചെന്നൈയെ സംബന്ധിച്ച് അല്ലെങ്കിൽ തമിഴ്നാടിൻ്റെ വിവിധ മേഖലകളെ സംബന്ധിച്ച് എല്ലാം ഇതേ തരത്തിലാണ് ജനങ്ങളുടെ ഒരു പ്രതികരണം ഇതുമായി ബന്ധപ്പെട്ട്. എന്തായാലും ഇന്ത്യ മുന്നണി ഈ ദേശീയ പണിമുടക്കിന് പൂർണ്ണമായും പിന്തുണ നൽകിയിട്ടുണ്ട്. പക്ഷേ അവരുടെ ഭാഗത്തു നിന്ന് പ്രതിഷേധ പ്രകടനങ്ങളോ അത്തരത്തിലുള്ളതൊന്നും തന്നെ പ്രഖ്യാപിച്ചിട്ടില്ല. മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ഇന്നിപ്പോൾ DMK അലയൻസിന്റെ നേതൃത്വത്തിൽ DMK സഖ്യത്തിന്റെ നേതൃത്വത്തിൽ യൂണിയൻ ബജറ്റിനെതിരെ കേന്ദ്ര ബജറ്റിനെതിരെയുള്ള ഒരു പ്രതിഷേധം നടക്കുന്നുണ്ട്. രാവിലെ 10:30 മണി മുതൽ സംസ്ഥാന വ്യാപകമായി തന്നെ ആ ഒരു പ്രതിഷേധം നടക്കും. ചെന്നൈയിൽ സൈതാപ്പേട്ടിലാണ് പ്രതിഷേധം നടക്കുക. അത് വൈകിട്ട് 4 മണിക്കാണ് ചെന്നൈയിലെ സൈതാപ്പേട്ടിലെ പ്രതിഷേധം. രാവിലെ 10:30 മുതൽ വാർഡ് തലങ്ങൾ മുതൽ മുകൾ തലം കോർപ്പറേഷൻ തലങ്ങൾ വരെയാണ് ഈ പ്രതിഷേധത്തിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. അത് ആ രീതിയിലുള്ളൊരു പ്രതിഷേധം എന്തായാലും ഇന്നിപ്പോൾ തമിഴ്നാട്ടിൽ ഉണ്ടാകും. പക്ഷേ പണിമുടക്കുമായി ബന്ധപ്പെട്ടുള്ള ഈ രീതിയിലുള്ള പ്രതിഷേധങ്ങളോ അല്ലെങ്കിൽ പ്രകടനങ്ങളോ ഒന്നും തന്നെ ഉണ്ടാവില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. എല്ലാ മേഖലകളും അത് ഈ പറഞ്ഞ തൊഴിലാളി മേഖലകളാണെങ്കിൽ കൂടി ഒന്നും തന്നെ തമിഴ്നാട്ടിൽ എന്തായാലും സ്തംഭിച്ചിട്ടില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.